അതെ, ഇവർ ചെയ്തൊക്കെ അബദ്ധമായിട്ട് കലാശിക്കുകയാണ്. സത്യത്തിൽ ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ശബരിമല ശാസ്താവിന് വല്ല പ്രയോജനമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും വിശേഷം ഇതുകൊണ്ട് ഉണ്ടായില്ല. ശബരിമലയുടെ പരിഷ്കാരത്തിന് വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക, അത് നടപ്പാക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഒരു ഉന്നതാധികാര യോഗം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അതുപോലെ കർണാടകത്തിലെയൊക്കെ മന്ത്രിമാർ തമ്മിൽ, ദേവസ്വം മന്ത്രിമാർ കൂടിച്ചേർന്ന് ഒരു കോൺക്ലേവ് പോലെ നടത്തി അവിടെ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എങ്ങനെ കേരള ഗവൺമെൻറ് സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ തയ്യാറാക്കി അത് നടപ്പാക്കിയെങ്കിലും അതിനൊരു യുക്തിയുണ്ട്. ഇത് കേൾപ്പോരും കേൾവില്ലാത്ത കുറേ ആളുകളെ പല സ്ഥലത്തു നിന്ന് വിളിച്ചു വരുത്തിയിട്ട് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് രോമാഞ്ചം ഉണ്ടാവും എന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഉണ്ടാകുകയില്ല, ഉണ്ടായിട്ടുമില്ല. ഇത് പൊതുവേ കോൺഗ്രസ്സുകാരുടെ നിലയിലുള്ളൊരു ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം. പിന്നെ ജനങ്ങൾ മുഴുവനും എതിരായി, ജനങ്ങൾ പരാതികളുമായിട്ട് കാത്തു നിർത്തും. മുഖ്യമന്ത്രിക്ക് ഇതിലേക്ക് പോകാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു. അയ്യപ്പ സംഗമത്തിലാണെങ്കിലും ശരിയാണ്, നവകേരള സദസ്സിലാണെങ്കിലും ശരിയാണ്, ഇത് മൊത്തം ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടാണ് പോയത്. അത് ഫോക്കസ് ചെയ്യാനും ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ട ഒരു സംവിധാനമാക്കി മാറ്റാനും സാധിച്ചില്ല. അതിൻ്റെ പുറത്താണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നത്. പലകപ്പാളി എടുത്തുകൊണ്ട് പോകുന്നു, ദ്വാരപാലകന്മാരുടെ പ്രശ്നം ഉണ്ടാകുന്നു. അത് വന്നപ്പോൾ ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമല്ല, കാരണം ഈ ശബരിമല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ ഉടമസ്ഥയില്ല, ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അവിടെ നിന്ന് മോഷണം പോയാൽ നമുക്ക് മനസ്സിലാവും. രാത്രിയിലെങ്കിലും മോഷ്ടാക്കൾ അതിക്രമിച്ച് കയറി നമ്മൾ കുത്തിപ്പൊളിച്ചെന്തെങ്കിലും കൊണ്ടുപോയി, അങ്ങനെയൊക്കെ പല സ്ഥലത്ത് സംഭവിക്കുന്നു. അങ്ങനെയല്ലല്ലോ, ഇത് മിനിറ്റ്സ് ബുക്ക് തിരുത്തുന്നു, പകലിനെ രാത്രിയാക്കുന്നു, രാത്രിയെ പകലാക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ എന്താണ്, സ്പ്യൂരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു. പൊന്നെടുത്ത് മാറ്റിയിട്ട് കാക്ക പൊന്ന് തിരിച്ചു വെക്കുന്നു. സ്വാഭാവികമായിട്ട് ആളുകൾ പ്രകോപിതരാവില്ലേ? സ്വാഭാവികമായിട്ടും പ്രകോപിതരാവും. അത് ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ല, അയ്യപ്പ ഭക്തന്മാർ മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ആളുകളും ഒറ്റയടിക്ക് പ്രകോപിതരാകാവുന്ന വിഷയമാണിത്. അപ്പോൾ അതിനൊന്നും തൃപ്തികരമായി യാതൊരു മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് പ്രശ്നം. അല്ല സാർ, ഈ വേറൊരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ വീഴ്ച ജനങ്ങൾ പ്രതികരിച്ച രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലതുപക്ഷത്തോടുള്ള, അതായത് UDFിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഇടതുപക്ഷത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ് അവർ പലപ്പോഴും അവരെ UDFിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും തൊട്ടു മുൻപ് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണെങ്കിലും ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണെങ്കിലും പലപ്പോഴും എനിക്കൊന്ന് അങ്ങ് തന്നെ ചിലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ ഇടതുപക്ഷത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ്, അല്ലാതെ UDFിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല ഈ തിരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കണമെങ്കിൽ വോട്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായി തെന്നിയും തെറിച്ചും ചില വിവാദങ്ങൾ UDF ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നതല്ലാതെ അവരൊരല്പം ഒരു ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, അല്ലേ? UDF എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, UDF ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ ബൈ ഡിഫോൾട്ട് അവർ ജയിക്കും എന്നാണ് അവരുടെ പ്രതീക്ഷ. കാരണം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരം ശക്തമായിട്ട് നിൽക്കുന്നു. BJP അത് ചൂഷണം ചെയ്യത്തക്ക ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്ത് നിന്ന് കുറയുന്ന വോട്ടുകൾ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ UDFിൽ കൂടും. അതനുസരിച്ച് ഇവരുടെ സീറ്റുകൾ വർദ്ധിക്കും, അവർക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ 5 കൊല്ലം സുഖമായിട്ട് സന്തോഷമായിട്ട് വല്ല അഴിമതിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ജീവിക്കാമെന്നുള്ളതാണ് UDFകാരുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ മനസ്സിലിരിപ്പ്. അത് ഈ 10,000 പേരും ചാക്കി കുത്തും അമ്മ വയ്ക്കും ഞാനുണ്ണും എന്ന രീതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പല കുഴപ്പങ്ങൾക്ക് സാധ്യത. 5 കൊല്ലം മുമ്പ് രാഷ്ട്രീയ സാഹചര്യം ഏതാണ്ട് ഇതുപോലെയായിരുന്നു. പക്ഷേ അവസാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ LDF ജയിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ അവർക്ക് കൂട്ടാനും കുറയ്ക്കാനും കിഴിക്കാനും ഹരിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല.